ക്യാൻസർ രോഗം വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? അതൊരു വലിയൊരു ചോദ്യമാണ്. ക്യാൻസർ രോഗം വരാനുള്ള കാരണം എന്താണെന്നുള്ളത്. നമുക്കെല്ലാവർക്കും നമ്മുടെ ഈ ജനറൽ പോപ്പുലേഷനിലെ പുരുഷന്മാരിലാണെങ്കിൽ 7-ൽ ഒരാൾക്കും സ്ത്രീകളിലാണെങ്കിൽ 8 മുതൽ 9 പേരിൽ ഒരാൾക്കും ക്യാൻസർ വന്നിരിക്കും. ഇനി അതിൻ്റെ കാരണം, നമുക്കെല്ലാവർക്കും ക്യാൻസർ വരാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. അതിന് നമ്മുടെ സൈഡിൽ നിന്നും കൂടെ കുറച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ക്യാൻസർ വന്നിരിക്കും. ലൈക്ക് പ്രധാനപ്പെട്ട കാരണങ്ങൾ: ഒന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഒന്ന് പുകവലി, പുകയിലയുടെ ഉപയോഗം, മദ്യപാനം, അമിതവണ്ണം, ഇല്ലായ്മ, പൊണ്ണത്തടി, എക്സർസൈസ് ഇല്ലായ്മ, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു 30% ക്യാൻസറുകളെങ്കിലും വരുന്നത് ജനറ്റിക്, അതായത് പാരമ്പര്യമായിട്ട് അത് ക്യാൻസർ വരാനുള്ള ഒരു സാധ്യത ഉള്ള മനുഷ്യരിൽ ക്യാൻസർ വരാം. ഇതൊക്കെ പറഞ്ഞാലും ഏറ്റവും വലിയ വില്ലനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട സാധനം പുകവലിയും പുകയിലയുടെ ഉപയോഗവും തന്നെയാണ്. ഓക്കെ ഡോക്ടർ, ക്യാൻസറിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ക്യാൻസറിൻ്റെ സിംറ്റംസ് എന്ന് പറയുമ്പം ഓരോ സ്ഥലത്ത് വരുന്ന ക്യാൻസറിനും ഓരോ രീതിയിലായിരിക്കും സിംറ്റംസ് വരുന്നത്. ഉദാഹരണം, ഒരു ബ്രെയിൻ ട്യൂമർ ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നത് ഫിറ്റ്സ് അല്ലെ ജെന്നി ആയിട്ടായിരിക്കാം. ചില ആൾക്കാർക്ക് അത് തലവേദനയായിട്ടോ ഓർമ്മക്കുറവായിട്ടോ പക്ഷാഘാതമായിട്ടോ ഒക്കെ ആയിട്ടായിരിക്കാം പ്രസൻറ്റ് ചെയ്യുന്നത്. വായിലുള്ള ട്യൂമറാണ് പ്രസൻറ്റ് ചെയ്യുന്ന വായിലൊരു ഗ്രോത്തോ, തൊണ്ടയിലുള്ളതാണെങ്കിൽ വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ടോ അല്ലെ ശബ്ദത്തിൽ വരുന്ന ചേഞ്ചോ അങ്ങനെ എന്തെങ്കിലുമായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. ശ്വാസകോശ രോഗങ്ങളാണെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ചുമയോ അല്ലെ രക്തം ഛർദ്ദിക്കുകയോ കഫത്തിൽ രക്തം വരികയോ അങ്ങനെ ശ്വാസം മുട്ടലോ അങ്ങനെ എന്തെങ്കിലുമായിട്ടായിരിക്കും. സ്ഥാനാർബുദമാണ് ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ക്യാൻസർ. ഇന്ത്യയിലാണെങ്കിലും ലോകത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസർ പുരുഷന്മാരിലും സ്ത്രീകളിലൂടെ കമ്പൈൻ ചെയ്താലും സ്ഥാനാർബുദമാണ് ഏറ്റവും കൂടുതൽ. അതിൻ്റെ മെയിൻ സിംറ്റം എന്ന് പറഞ്ഞാൽ ലംബിൻ ബ്രസ്റ്റ്, അതായത് മാറിടത്തിൽ മുഴ വരുന്നതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള സിംറ്റം. ഉദര സംബന്ധപ്പെട്ട അർബുദങ്ങൾ വരാനുള്ള ഏറ്റവും സിംറ്റംസ് എന്ന് പറഞ്ഞാൽ വയറുവേദനയാകാം, കോൺസ്റ്റിപ്പേഷൻ മലബന്ധമാകാം, പിന്നെ ഗൈനക്കോളജിക്കൽ ക്യാൻസർ ആണെങ്കിൽ ബ്ലീഡിങ് ആകാം. ഓക്കെ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വരുന്ന ക്യാൻസർ ആണെങ്കിൽ യൂറിൻ പോകാനുള്ള ബുദ്ധിമുട്ടാകാം. അല്ല ശരീരത്തിൻ്റെ എവിടെയെങ്കിലും തടിപ്പോ മുഴകളോ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള പനിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്യാൻസർ സസ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്.